കേറി നോക്കടാ അവനോട് ഉണ്ടോന്ന്. ആരാ ആരാ എന്താ? സുധി എവിടെടാ? ഇവിടെ ഇല്ല. ആരൊക്കെ നിങ്ങള്? കേറി നോക്കടാ. പറയില്ലടാ. അത് കൊള്ളാം. ബെസ്റ്റ് ചോദ്യം. എടി കൊച്ചേ, നിന്റെ അപ്പം കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന് ഓർക്കുന്നുണ്ടോ നീ? 20 ലക്ഷം രൂപ കൈനീട്ടി വാങ്ങിയിട്ട് കൊല്ലം 3 കഴിഞ്ഞു. എന്താണ് പ്രശ്നം? ഓ വരും വരും, അവൻ തരികയും ചെയ്യും. എനിക്കറിയാവടി. ഇറങ്ങിക്കോളിപ്പെല്ലാം പുറത്തോട്ട്. ഇറങ്ങടി ഇറങ്ങടി പുറത്തോട്ട്. ഇറങ്ങടി. മനുഷ്യന്റെ പൈസ മേടിച്ചു പട്ടാപ്പല് വീട്ടിൽ കയറി വന്ന് തോന്നിയാസം കാണിക്കുന്നു. നീ ആരടാ? നിനക്ക് എന്നാ അറിയാം? എടാ, ഈ വീടും സ്ഥലവും സുധി എന്റെ പേർക്ക് എഴുതി തന്നിട്ടുള്ളതാ. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഓഹോ, സാറാർ ഇവിടുത്തെ കളക്ടറാണോ? യവൻ ബ്ലേഡ് ആന്റണിയാ. ആദ്യം പണം കൊടുക്കുക, പിന്നെ വീടും പറമ്പും കൈക്കലാക്കുക. ഈ നാട്ടിലെ നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി, നിയമവും, പോലീസും, കോപ്പും ഒക്കെ ഞാൻ തന്നെയാ. നാട്ടുകാരുടെ മൊത്തം നെഞ്ചത്ത് കയറി നിരങ്ങിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് പോന്ന കാണണം. നീയൊക്കെ കാണിക്കുന്ന ഈ നകളിപ്പിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നതേ അവനാ, സുധീന്ദ്രൻ. പോടാ പോടാ, നിന്ന് വരട്ടാ പോടാ. ഇത് ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. ഓർത്തോലരും പോടെ, പോടെ. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാൻ കരുതി മറ്റേ പാർട്ടിക്കാർ എനിക്കെതിരെ കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കുമെന്ന്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താലോ അളിയാ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒന്നുകിൽ അവന് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം, അല്ലെങ്കിൽ വീടും പറമ്പ് അവന്റെ പേർക്ക് എഴുതി കൊടുക്കണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ആ ലോക്കൽ കമ്മിറ്റിയിലെ സരസനുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലോ? വേണ്ട. അവര് തരുമോ 20 ലക്ഷം? നിന്റെ അച്ഛനും മുത്തച്ഛനും ഉറങ്ങുന്ന മണ്ണായത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ മോനെ? ഇല്ലമ്മേ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തേടിയ വള്ളി കാലു ചുറ്റി എന്ന് പറയുന്ന പോലെ നീ എന്റെ മുന്നിൽ തന്നെ ഇങ്ങ് വന്നല്ലോടാ. തരാനുള്ള പണം മുഴുവനും കൊണ്ടുവന്നിട്ടുണ്ട്. ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും തിരികെ തന്നേക്ക്. എന്നാടാ, നിനക്ക് ലോട്ടറി അടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴിയാണോ അണിച്ചായ? ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുക്കും. ഓ എടാ ഭദ്ര, അതിങ്ങെടുത്തു വന്നു. എണ്ണി നോക്കടാ. കണ്ണടാ, വീട്ടിൽ കയറി ഒന്ന് വിളയാടിയപ്പം ഇല്ലാത്ത കാശ് തനിയേ ഉണ്ടായി. ഇതെന്റെ അമ്മയെ തല്ലിയതിന്. സർ, പറഞ്ഞതിലും കൂടുതൽ പണം സാർ എനിക്ക് തന്നു. എന്റെ ബാധ്യത മുഴുവൻ തീർത്തു. ഈ കട ഞാൻ എങ്ങനെ വീട്ടും സാർ? എന്താ സുധി ഇത്? തൻ്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞ് ഞാൻ സഹായിച്ചു. പകരം എൻ്റെ പരീക്ഷണത്തിന് താൻ എന്നെയും സഹായിക്കുന്നു. അത്രയല്ലേ ഉള്ളൂ. അല്ല ഡോക്ടറെ, എനിക്കൊരു സംശയം. ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഞങ്ങൾ ഈ കാശ് തിരിച്ചു തരണോ? വേണ്ട. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ബാക്കി തരാനുള്ള പണം മുഴുവൻ തരികയും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞില്ലടാ, പൈസയുടെ കാര്യത്തിൽ ഡോക്ടർ നല്ല സന്മനസ്സുള്ള ആളാണെന്ന്. അങ്ങനെയാണ് ഡോക്ടർ. ഒരു സംശയം കൂടി. ഈ പെണ്ണുങ്ങൾ ഗർഭം ധരിക്കുമ്പോഴാണല്ലോ ഗർഭിണി എന്ന് വിളിക്കുന്നത്. അതെ. അപ്പൊ ആണുങ്ങൾ ഗർഭം ധരിച്ച് എന്ത് വിളിക്കും? ഗർഭിണെന്നോ? അത് നമുക്ക് ഗർഭശ്രീമാൻ എന്ന് വിളിക്കാം. ഗർഭശ്രീമാൻ, അത് കൊള്ളാം. ഗർഭശ്രീമാനെ, അത് കൊള്ളാം. ഞാൻ സുധീന്ദ്രന്റെ അവസ്ഥ മുതലെടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഒരു കാരിയർക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പലരെയും കണ്ടു. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായി സുധീന്ദ്രൻ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത്. അല്ല, നമ്മളിവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നതല്ലേ?
എടുത്ത് കഴിക്കേ. ആ അതെ, കഴിക്ക്. അതെ, ഒന്ന് ചിയേഴ്സ് അടിച്ചേ. മുട്ടിക്ക് ചിയേഴ്സ്. ചിയേഴ്സ്. നീ എന്തെങ്കിലും ഒന്ന് പറയേ. സുധിയേട്ടന് പോയേ തീരൂ അല്ലേ? ആരെയും വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ വലിയ ശമ്പളമുള്ളൊരു ജോലി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ്. സുധിയേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ മരണം വരെ. അമ്മയെ ശ്രീകുട്ടിയൊക്കെ ഒരു വിധത്തിലാ പറഞ്ഞ് സമ്മതിപ്പിച്ചത്. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയില്ല എനിക്ക് എന്റെ സുധിയേട്ടന്. പിന്നെങ്ങനെയാ 2 വർഷം? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്ത് വെക്കും. ശരി ഡോക്ടർ. വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല, ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമപ്പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാരാ? ഇത് ഇയാളാ. ഇടേ നീയാ നമ്മുടെ കൊറിയർ. ഇത് ഓക്കെ. ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് മാറി നിക്കടോ, ഇയാള് കടിക്കും. ചേട്ടാ, മതി. അല്ല, ചേട്ടൻ എത്ര മാസമായി? ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, പിന്നെ? ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാങ്കദൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും ഇടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെ? വേണ്ട. പെട്ടിയെടു. പിടിച്ചയറ്റോ. പൊക്കോ. ചെല്ല്. അതെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. ഞാൻ നീ എവിടെ പോകുന്നു? ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. അതെവിടുന്ന്? ഇതെന്തോന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്. ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചമേളം വെക്കാൻ പാടില്ല. എവിടെ കിടന്ന് ഒച്ചമേളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. ഞാൻ എങ്ങോട്ടാണ്? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി 2 പേരെ കൂടി പരിചയപ്പെടുത്താനാണ്. അളിയ, ഞാൻ പോവാ. ബൈ. നസ്രിയ, ശകുന്തള, ബാ. ഇപ്പൊ വരും. നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്കാ. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈ ഇരയെ കൊണ്ടു വരൂ. അല്ല, നീ വന്നോളൂ. ചെല്ല്. ചേട്ടാ, അല്ല, ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനയുള്ളൂ? അതെ. എന്നാ പിന്നെ എന്നെ കൊടുന്ന് പരീക്ഷണത്തിന്? എടാ, അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണ് പോലും കെട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ, വേണമെന്നില്ല. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട. വന്നു.